അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മളങ്ങനെ ആഗ്രയിൽ നിന്ന് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ 5 മണിക്ക് നമുക്ക് ഡൽഹിയിലേക്കുള്ള ഡൽഹിയിലേക്കുള്ള ട്രെയിനിൽ നമ്മളിങ്ങനെ ഡൽഹി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ അടുത്ത യാത്ര ഡൽഹിയിലേക്കാണ്. നമ്മൾ ഡൽഹി എക്സ്പ്ലോർ. ഇവിടെ ഭയങ്കര ഒച്ചപ്പാടാണ്, എന്താണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ കിർമാണി ഉണ്ട്. ഇത് കാല് മാറി കിടക്കണം കേട്ടോ, നല്ലത് വലിച്ചേറ്റിരിക്കണം. കയറിട്ട സാധനം കൊണ്ട് തലക്കിട്ടെറിയോ, അതുണ്ടല്ലോ ഒരു പെണ്ണായ കിളി മാറിയിട്ടേ എന്തോ സാധനമൊക്കെ വെച്ചിട്ട് എന്തോ വലിച്ചേറ്റി വെള്ളം അടിച്ചെന്തോ. അപ്പോൾ അതുകൊണ്ട് അത് മുട്ടിട്ട് അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മളെ അബ്ദുള്ളയ്ക്ക് അവിടെ നിന്ന് ഉരുണ്ട് തന്നെയുണ്ട്, മാഷാഅല്ലാ, അല്ല ഉരുട്ടി തന്നെയുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വരിക. പ്ലാറ്റ്ഫോമിൽ രണ്ട് ഇതാണ്. ഇത് ഈ ചരക്കുവണ്ടി ഇവിടുന്ന് മാറണം. ഈ ചരക്കുവണ്ടി ഇവിടുന്ന് പോയാലേ കാര്യം നടക്കും. ഇവിടെയാണ് അപ്പോൾ നമ്മുടെ വണ്ടി വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സിയാറത്ത് പോകുന്നത് കുതുബുദ്ദീൻ ബക്തിയാർ കാക്കി ദഹ്ലവി തങ്ങളുടെ ഹദറത്തിലേക്കാണ്. നമ്മളങ്ങനെ വെച്ച് നടക്കുകയാണ്. മാഷാ അല്ലാ, നല്ല റാഹത്തുള്ള സ്ഥലമാണ്. അങ്ങനെ ബസ് കയറി കുറച്ച് നടന്ന് അങ്ങനെ കുറച്ചങ്ങോട്ട് നടന്ന് അപ്പോൾ വഴിയോര കച്ചവടങ്ങളും ഹോട്ടലുകളും കുറേ സ്ഥലത്ത് പണികളൊക്കെ നടക്കുന്നുണ്ട്, ബിൽഡിങ്ങിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ അങ്ങനെ നാട്ടിലോട്ട് കുറച്ച് നടക്കണം. അങ്ങനെ നടന്നതേ കാണുന്നതാണ് മഹാനവറുകളുടെ മഖ്ബറ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. വണ്ടി നോക്കി, ഇതാണ് മഹാനവറുകൾ ദർബാർ. صدري كليل وآملي منكسرة أدعو إليك وأيدي منشطرة وهمي مثقلة كيف أحيا وروحي متعبة غير فضلك يا ربي ما رحمة غير نورك يا ربي ما منفذة يا ربنا نفسي إليك عائدة يا ربنا دموعي لك شاهدة يا ربنا قلوبنا مجاهدة يا ربنا رحمتك خالدة يا ربنا نفسي إليك عائدة يا ربنا دموعي لك شاهدة يا ربنا قلوبنا مجاهدة صدري كليل وآملي منكسرة أدعو إليك وأيدي منشطرة يا رب رحمتك دربي منيرة ഡൽഹിയിലെ സുൽത്താൻ എന്നറിയപ്പെടുന്ന പാദരിയായ കുതുബുദ്ദീൻ ബക്തിയാർ കാക്കി ദഹ്ലവി തങ്ങളുടെ ഹദറത്തിലാണ് നമ്മൾ ഉള്ളത്. മധ്യേഷ്യയിലെ അതായത് കിർഗിസ്ഥാനിലെ ഓഷ് എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാനവറുകളെ. സ്വർഗത്തിൽ പിതാവ് എണ്ണപ്പെട്ട് മാതാവാണ് മഹാനവറുകളെ പോറ്റി പുറത്ത് മഹാനായ ഹാജ മൊയ്നുദ്ദീൻ അജ്മീരി തങ്ങളുടെ പ്രധാന ശിഷ്യത്വം സ്വീകരിച്ച് മഹാനവറുകൾ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് തന്റെ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ഡൽഹിയിലേക്ക് വന്ന മഹാനാണ്.
മഹാനവർ ഡൽഹിയിലെ ക്രിസ്തീയ ചികിത്സയുടെ പ്രചാരകനായി മാറി. ആ മഹാനവർക്ക് കാക്കി എന്ന പേര് ലഭിക്കാൻ ഒരുപാട് കാരണങ്ങൾ പറയുന്നു. കാക്കി എന്നതിന്റെ ശരിക്കുള്ള അർത്ഥം റൊട്ടി എന്നാണ്. ഇതനുസരിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അത്ഭുതകരമായ റൊട്ടി ലഭിച്ചിരുന്നു. ദാരിദ്ര്യമുള്ള സമയത്ത് അത്ഭുതകരമായി പലരും റൊട്ടി കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അങ്ങനെ ആ റൊട്ടി അദ്ദേഹത്തിന്റെ അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കുന്നതിനിടയിൽ ആ റൊട്ടി ഭക്ഷണമായിട്ട് മാത്രം കഴിച്ചു ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. മഹാനായ ഡൽഹി സുൽത്താനായിരുന്ന ഇൽത്തുമിഷ് എന്ന് പറയുന്ന ഭരണാധികാരി മഹാനായ ഗാലിത്തലവി തങ്ങളുടെ ശിഷ്യനും അവിടുത്തെ വലിയ മുഹിപ്പുമായിരുന്നു. നമ്മൾ നേരത്തെ കാണാൻ പോകുന്ന കുത്തൂബ് സുബ്രഹുദ്ദീൻ ഹൈബത്തി എന്ന് പറയുന്ന ഭരണാധികാരിയാണ് അത് നിർമ്മിച്ചത്. പൂർത്തിയാക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ പൂർത്തിയാക്കിയത് ഇൽത്തുമിഷ് എന്ന് പറയുന്ന ഭരണാധികാരിയാണ്. കുത്തൂബ് എന്ന് പേര് കൊടുത്തത് മഹാനായ കുത്തുബുദ്ദീൻ ബഖ്തിയാർ ഗാലിത്തലവി തങ്ങളുടെ സ്മരണയ്ക്ക് വേണ്ടിയാണെന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. മഹാനവറുകൾ ഹിജറ വർഷം 569, അതായത് ക്രിസ്തു വർഷം 1173 അല്ലെങ്കിൽ 1180 എന്നാണ് പറയുന്നത്. ഇന്ന് ആ ഡേറ്റിലാണ് അദ്ദേഹം ജനിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ മധ്യേഷ്യയിലെ ഓസ് എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാനവറുകൾ ജനിച്ചത്. മഹാനവർ ഒഫാത്തായ ഹിജറ 633 റബീഉൽ അവ്വൽ 14, ക്രിസ്താബ്ദം 1255. മഹാനവറുകൾ ഡൽഹിയിലെ ഇവിടെ ഭരണാധികാരിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മഹാനവറുകൾക്ക് ബന്ധങ്ങളുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇൽത്തുമിഷ് എപ്പോഴും മഹാനവറുകളെ സന്ദർശിക്കാൻ വേണ്ടി വരും. അങ്ങോട്ട് പോകുന്നില്ല, ഇങ്ങോട്ട് വരും. ആയിരക്കാട്ട് കിടക്കാൻ കൊട്ടാര പണ്ഡിതൻ മരണപ്പെട്ടപ്പോൾ ഇൽത്തുമിഷ് ബഹുമാനപ്പെട്ട താക്കിദാരൻ തങ്ങൾ അവിടത്തേക്ക് ക്ഷണിച്ചു. മഹാനവറുകൾ ക്ഷണിച്ചു, ഞാൻ ഇതിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പകരമായിട്ട് വേറൊരു പണ്ഡിതൻ അവിടെ കയറുകയും എന്നാൽ എല്ലാവരും ഇൽത്തുമിഷ് അടക്കമുള്ള മുഴുവൻ ആളുകളും മഹാനവറുകളുടെ അടുക്കിലേക്കാണ്, കുത്തുബുദ്ദീൻ തങ്ങളുടെ അടുക്കിലേക്കാണ് വന്നിരുന്നത്. അത് കണ്ട് കൊട്ടാരത്തിൽ താലിയായി കയറിയ അല്ലെങ്കിൽ പണ്ഡിതനായി കയറിയ ആൾക്ക് അദ്ദേഹത്തോട് ബഹുമാനപ്പെട്ട താക്കിദാരൻ തങ്ങൾ അവരോട് വലിയ അസൂയ ഉണ്ടായപ്പോൾ മഹാനവറുകൾക്കിടയിലെ ഒരു വിചാരാലോചന നടത്തുകയും ഒരു വിചാരിയായ പെണ്ണിനെ കണ്ടെത്തി ആ പെണ്ണിനുണ്ടായ ഗർഭം അത് താക്കിദാരൻ തങ്ങൾ ഉണ്ടാക്കിയതാണെന്നൊക്കെ ആരോപിച്ചു. ആ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാനവറുകൾക്ക് ശിക്ഷ വിധിക്കാൻ വേണ്ടി നിന്നപ്പോൾ ബഹുമാനപ്പെട്ട ഇൽത്തുമിഷ് ഭരണാധികാരി അതിന്റെ കാലിയോട് പറഞ്ഞ് ശിക്ഷ വിധിക്കുന്നത് നമുക്ക് രാജാക്കൾ വന്നിട്ട് മഹാനായ ജയ്മുഖിൽ അജ്മീർ തങ്ങൾ വന്നിട്ട് ശിക്ഷ നടപ്പാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കാത്തിരുന്നു. ബഹുമാനപ്പെട്ട രാജാക്കൾ വന്ന് ആ വന്ന സമയത്ത് ബഹുമാനപ്പെട്ട വൈദ്യുതിയുള്ളവരുടെ ചിത്രം അതുപോലെ മലയന്തിയുടെ ചിത്രം പോലെ ആ ഒരു കുട്ടിയോട് ഓടിക്കൂടി കുട്ടി അത് ശരിക്കുണ്ടായ സംഭവങ്ങൾ പറയുകയും ആ അടിസ്ഥാനത്തിൽ ആ വിചാരിയായ പെണ്ണിനെയും കാലിയെയും ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തപ്പോൾ മഹാനായ കർക്കിനായ തങ്ങൾ അവർക്ക് മാപ്പ് കൊടുത്തു. അവർക്കൊന്നും ചെയ്യേണ്ട, അവർക്ക് ശിക്ഷ കൊടുക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അവരെ ബന്ധപ്പെടുകയും ചെയ്ത് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് മഹാന്മാരായ ആളുകൾ ബന്ധപ്പെടുകയും രാജാക്കന്മാരൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട കർക്കിനായ തങ്ങൾ അവരുടെ ബന്ധത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു തആല മഹാന്റെ എല്ലാ മതവും നമുക്ക് നൽകുമാറാവട്ടെ. മഹാനവറുകൾ ജീവിക്കുന്ന കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിഷമ ജീവിച്ച, ദാരിദ്ര്യത്തിൽ ജീവിച്ച ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുസല്ലക്ക് തായുണ്ട്, സ്വർണ്ണത്തിന്റെ ടിക്കറ്റുകളൊക്കെ കിട്ടിയിരുന്നു എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. അതുപോലെ ഈ കാട്ടി എന്ന പേര് കിട്ടിയതിന് പിന്നിൽ മറ്റൊരു ചരിത്രം പറയുന്നത് വളരെ തണുത്തു വിറച്ച സമയത്ത് മഹാനവറും ശിഷ്യന്മാരെ ഇരിക്കുന്ന സമയത്ത് ശിഷ്യൻ പറഞ്ഞു പോയോ, ഞങ്ങൾക്കിപ്പോൾ ഒരു നല്ല ചൂടുള്ള കേക്ക് കിട്ടിയാൽ വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞാൽ ഹൗലിൽ മുങ്ങിയാൽ മതി, എന്താ കിട്ടുന്ന പറഞ്ഞപ്പോൾ ഹൗലിൽ മുങ്ങിയപ്പോൾ ചൂടുള്ള കേക്ക് ഹൗലിൽ നിന്ന് കിട്ടിയതൊക്കെ ചരിത്രം പറയുന്നുണ്ട്. ഏതായാലും വലിയ മഹാന്റെ ഹദ്രത്തിനാണുള്ളത്. അല്ലാഹു തആല ആ മഹാന്റെ പുസ്തകം നമുക്ക് നൽകുമാറാവട്ടെ. بسم الله الرحمن الرحيم